ഹായ് ഹലോ, ഞാൻ ഫാത്തിമ. ഇന്ന് നമുക്കിവിടെ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ, അതും കേരച്ചൂര ഉപയോഗിച്ച്. വായോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കേരച്ചൂരയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. അത് ഞാൻ ഇവിടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, അതും നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. അത് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ തക്കാളിയാണ് വേണ്ടത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴണ്ടി വരുമ്പം അതിൻ്റെ മസാല നമുക്കൊന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ടേക്ക് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം വേണം അത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഉപ്പ്, കുറച്ച് പുളി അതും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീനെടുത്ത് കറി തിളച്ച് വരുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ വന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.